4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് തിരക്കഥാകൃത്തും WCC സ്ഥാപക അംഗവുമായ ദീദി ദാമോദരൻ. ഇച്ഛാശക്തിയുള്ള ആളാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. ജീവൻ പോലും പണയപ്പെടുത്തിയാണ് സ്ത്രീകൾ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. സ്വകാര്യതയെ ബാധിക്കാത്ത മറ്റ് 5 ടേംസ് ഓഫ് റഫറൻസുകൾ എന്താണ് നടപ്പിലാക്കാത്തതെന്നും ദീദി ദാമോദരൻ ചോദിച്ചു. ഇവിടെയുള്ള ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്, പക്ഷെ സിനിമയ്ക്ക് അതില്ല. സിനിമയിൽ ഇപ്പോഴും അതില്ല എന്നും തുണി മാറ്റാൻ സ്ഥലമില്ല എന്നും റെമ്യൂണറേഷനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ല എന്നും അങ്ങനെ തുടങ്ങി കണ്ടന്റ് സ്ത്രീവിരുദ്ധമാവരുത് എന്നും പറഞ്ഞ് മറ്റുള്ള 5 ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യാതെ 4.5 കൊല്ലം അത് വൈകിച്ചെങ്കിൽ അത് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. വളരെ ചെറിയൊരു ഭാഗത്തിനെ പറ്റി മാത്രം നമ്മളുടെ കൺസേൺ ഉണ്ടാവുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല, വേറെയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ പുറത്തു വരാനും പരിഹരിക്കാനും ഈ ഒരു നിബന്ധനയില്ലായിരുന്നു. അതിന് പ്രൈവസിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഈ 4.5 വർഷത്തിന് നമ്മൾ സമാധാനം പറയണം. തൊഴിലിടം എന്ന് പറഞ്ഞാൽ ഞാൻ 2 തരം തൊഴിലിടത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു തൊഴിലിടത്തിൽ ഇത് വളരെ നിഷ്പ്രയാസം ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാവുകയും അതല്ലാത്തൊരു തൊഴിലിടത്തിൽ ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സിനിമയും ഈ നാട്ടിലാണ് നടക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ നിയമാനുസൃതമായിട്ട് തന്നെ സിനിമയും നീങ്ങാൻ പാടുള്ളൂ.